പാർട്ടിയുടെ കാര്യത്തിൽ പാർട്ടിയിൽ രണ്ട് അഭിപ്രായമുണ്ട് എന്ന് ഞാൻ രാവിലെ മുതൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ അത് വാർത്ത നൽകുന്നുണ്ട്. ഭിന്നാഭിപ്രായമുണ്ട് എന്ന കാര്യം അതിപ്പോഴും തുടരുകയാണ്. അക്കാര്യത്തിൽ ഒരു സമവായം സൃഷ്ടിക്കാൻ ആയിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, രാഹുൽ മാങ്കൂട്ടം രാജിവെക്കില്ല എന്നത് ഉച്ചയ്ക്ക് തന്നെ അദ്ദേഹത്തിന് നിലപാട് സ്വീകരിച്ചിരുന്നു. അതായത് വി.ഡി. സതീശന്റെ കടുത്ത നിലപാട് പുറത്തു വന്നതിന് ശേഷമാണ് രാജിവെക്കില്ല എന്ന നിലപാട് രാഹുൽ മാങ്കൂട്ടം സ്വീകരിച്ചത്. തുടർന്നാണ് ഇന്ന് വാർത്താ സമ്മേളനം നടത്തി കാര്യങ്ങൾ കൂടുതൽ വിശദീകരിക്കാൻ തീരുമാനിച്ചത്. അതിനിടയിലാണ് പുതിയ ശബ്ദരേഖകൾ പുറത്തു വന്നത്. അത് രാഹുൽ മാങ്കൂട്ടത്തെ മാത്രമല്ല പാർട്ടിയും ഏറെ പ്രതിരോധത്തിലാക്കി. തുടർച്ചയായി ഇങ്ങനെ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇരകളായ ആളുകളെ സ്വാധീനിക്കാൻ വേണ്ടി നടത്തുന്ന അപേക്ഷ, ഭീഷണിപ്പെടുത്തൽ, സമ്മർദ്ദം, ചീത്തവിളി തുടങ്ങിയ ആത്മഹത്യാ ഭീഷണി തുടങ്ങിയവയ്ക്ക് മാധ്യമങ്ങളിലൂടെ ശബ്ദ സന്ദേശങ്ങളായി പുറത്തേക്കെത്തുന്നു. ഇത് പാർട്ടിയെ വല്ലാതെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. ഈ ഘട്ടത്തിൽ വിശദീകരിച്ച് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത പാർട്ടി നേതൃത്വവും കാണുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തോട് അതിനാൽ വിശദീകരണം നടത്തരുത് എന്ന നിർദ്ദേശം ഒരുപക്ഷെ പാർട്ടി നേതാക്കൾ നൽകിയിട്ടുണ്ടാവാം. അതിന്റെ കൂടി പശ്ചാത്തലത്തിലായിരിക്കാം ഈ പിന്മാറ്റം എന്ന് കരുതേണ്ടിയിരിക്കുന്നു. കാരണം വാർത്താ സമ്മേളനത്തിനല്ല ഉള്ള ഒരുക്കങ്ങൾ എല്ലാം നടന്നതാണ്. നമ്മൾ ആ ദൃശ്യങ്ങൾ നമ്മുടെ സ്ക്രീനിൽ തന്നെ കാണാൻ കഴിയും. തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നതാണ്. 3:30 വാർത്താ സമ്മേളനം നടത്താനായിരുന്നു ആദ്യ തീരുമാനം. പിന്നീട് അത് 4 മണിയോടുകൂടി എന്നാക്കി. അവസാനം ഇപ്പോൾ 4:30 വാർത്താ സമ്മേളനം റദ്ദ് ചെയ്യുന്നതിലേക്ക് പോയിരിക്കുന്നു. ഇതിനിടയിലൊക്കെ വിവിധ നേതാക്കൾ രാഹുൽ മാങ്കൂട്ടവുമായി സംസാരിക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടവുമായി അടുപ്പമുള്ള നേതാക്കൾ സംസാരിച്ചിരിക്കാം. വിശദീകരിച്ച് കാര്യങ്ങൾ കൂടുതൽ കൈവിട്ടു പോയാൽ അതുണ്ടാക്കാവുന്ന പ്രത്യാഘാതത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ നൽകിയിരിക്കാം. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലായിരിക്കും ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് പോയിരിക്കുക. വാർത്താ സമ്മേളനത്തിൽ നിന്നും പിന്മാറാനുള്ള തീരുമാനത്തിലേക്ക് പോയിരിക്കാം. പക്ഷേ അതോടൊപ്പം തന്നെ ഇപ്പോഴും എത്തിച്ചേർന്നേക്കുമോ? ചേരാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. രണ്ട് സാധ്യതകളാണ്. ഒന്ന്, രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ തന്നെ ഏറ്റവും അടുത്ത സമയത്ത് തന്നെ രാജിവെച്ച് പുറത്തു പോകുക എന്നുള്ളതാണ്. അങ്ങനെ പോകുമ്പോഴേക്കും പാർട്ടിയിൽ ആദ്യം ഇക്കാര്യത്തിൽ ഒരു സമവായം ഉണ്ടാക്കേണ്ടതുണ്ട്. നേതാക്കൾക്കിടയിൽ ഏകോപിതമായ അഭിപ്രായം നടക്കേണ്ടതുണ്ട്. അതിനകത്ത് കൂടുതൽ ആശയവിനിമയങ്ങൾ നടക്കേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ ഒരു ഏകോപിതമായ തീരുമാനത്തിലേക്ക് പോകുകയും ഹൈക്കമാൻഡിന് തീരുമാനമെടുക്കേണ്ടതുണ്ട്. കേരളത്തിലെ നേതാക്കളുടെ മുഴുവൻ മനസ്സറിയേണ്ടതുണ്ട്. അവരുടെ നിലപാട് അറിയേണ്ടതുണ്ട്. അങ്ങനെ ഹൈക്കമാൻഡ് ഒരു തീരുമാനം എടുത്തിട്ട് വേണം രാഹുൽ മാങ്കൂട്ടത്തോട് MLA സ്ഥാനത്തു നിന്നുള്ള രാജി ആവശ്യപ്പെടാൻ എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിലുള്ള ആശയവിനിമയങ്ങൾ നടക്കുന്നുണ്ട്. കാരണം വി.ഡി. സതീശൻ കടുത്ത നിലപാടിലാണ്. അദ്ദേഹം ഒരു ഇഞ്ച് വിട്ടുവീഴ്ചയ്ക്ക് ഇക്കാര്യത്തിൽ ഇതുവരെ തയ്യാറല്ല. രാഹുൽ മാങ്കൂട്ടത്തെയൊക്കെ വെച്ചുകൊണ്ട് നിയമസഭയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന ഒരു നിലപാട് വി.ഡി. സതീശൻ സ്വീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം അത് ഉയർത്തിക്കൊണ്ടുള്ള സമ്മർദ്ദം നേതൃത്വത്തിനു മുന്നിൽ ചെലുത്തുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം നമുക്കറിയാം വളരെ വേഗത്തിൽ മടങ്ങിയെത്താം. ലിജോ റോളൻസിലേക്ക് ഒരിക്കൽ കൂടി. ലിജോ, എന്തായാലും വാർത്താ സമ്മേളനമില്ല എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവിടെ നിന്നുള്ള അറിയിപ്പ് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെ കൂടുതൽ നേതാക്കൾ, യൂത്ത് കോൺഗ്രസ് നേതാക്കളോ മറ്റാരെങ്കിലും ഒക്കെ അദ്ദേഹത്തിന്റെ വീട്ടിലുണ്ടോ? അവിടെ നിന്ന് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന ആരോപണങ്ങൾ ദിവ്യ, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നേരിട്ട് തന്നെയാണ് ചില മാധ്യമപ്രവർത്തകരെ വിളിച്ചുകൊണ്ട് ഇക്കാര്യം അറിയിച്ചത്. അതായത് തൽക്കാലം ആ മാധ്യമങ്ങളെ കാണുന്നില്ല, താൻ നിശ്ചയിച്ചിരുന്ന വാർത്താ സമ്മേളനം മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ള ഒരു കാര്യം അദ്ദേഹം തന്നെയാണ് അറിയിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീട്ടിൽ എല്ലാ മാധ്യമപ്രവർത്തകരും തയ്യാറായിരുന്നു. ഒപ്പം തന്നെ സാധാരണയായി നിന്ന് സംസാരിക്കാറുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് വേണ്ടി അവിടെ ഇരുന്ന് സംസാരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ക്രമീകരണം ഒരുക്കി കസേര ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. MLAയുടെ വീട്ടിൽ, അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പ്രതിഷേധം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് വലിയ രീതിയിൽ ഏകദേശം 25 വരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഇവിടേക്ക് എത്തിയിരുന്നു. ഇന്നിപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ വീട്ടിൽ അതായത് കുറച്ച് പാർട്ടി പ്രവർത്തകർ, ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട കുറച്ച് ആളുകളൊക്കെയാണ് ഇവിടേക്ക് ഇപ്പോഴും എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഇതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ വീട്. ഈ വീട്ടിൽ, അതായത് രാഹുലുമായി ബന്ധപ്പെട്ട ഈ പ്രദേശത്തെ ചില പ്രാദേശിക നേതാക്കളായിട്ടുള്ള ആളുകളും ഒപ്പം തന്നെ മറ്റ് ചില ആളുകളുമൊക്കെയാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. ഒപ്പം തന്നെ കുറച്ച് സ്ഥിരമായി ഇവിടെ ഉണ്ടാകാറുള്ള പാർട്ടി പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. രാഹുലുമായി എപ്പോഴും, അതായത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തൊക്കെ തന്നെ രാഹുലിനോട് ഒപ്പമുണ്ടായിരിക്കുകയൊക്കെ ചെയ്ത ആളുകളൊക്കെ തന്നെയാണുള്ളത്. പക്ഷെ അതിൽ കവിഞ്ഞുകൊണ്ട് DCCയുമായി ബന്ധപ്പെട്ട ഏറ്റവും അടുത്ത നേതാക്കളോ അങ്ങനെ ആരും തന്നെ നിലവിൽ ഇതുവരെയും രാഹുൽ മാങ്കൂട്ടത്തിൽ വീട്ടിലേക്ക് രാജി പ്രഖ്യാപിക്കാനല്ല മാധ്യമങ്ങളെ കാണാൻ തയ്യാറെടുത്തത് എന്നുകൂടി രാഹുൽ ഈ അടുത്ത മാധ്യമ സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടുണ്ടെന്നാണോ?
തീർച്ചയായും അതായത് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട അടുത്ത ചില ആളുകളോടൊക്കെ സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞ കാര്യം അത് തന്നെയാണ്. രാജി പ്രഖ്യാപിക്കാനല്ല, മറിച്ച് എന്താണ് ഈ ഉയർന്നു വരുന്ന ആരോപണങ്ങളിൽ തനിക്ക് പറയാനുള്ള ഒരു ഭാഗം കൂടെ കേൾക്കണം. മാധ്യമപ്രവർത്തകർക്ക് ആ കാര്യങ്ങളിൽ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ അതിലൊരു വ്യക്തത വരുത്തുക എന്നുള്ളൊരു കാര്യത്തിന് മാത്രമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ MLA, പാലക്കാട് MLA ആയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വാർത്താ സമ്മേളനം വിളിച്ചിരുന്നത്. പക്ഷേ ഈ വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നതിനുള്ള വിവരം ഏകദേശം 10-15 മിനിറ്റ് മുൻപാണ് മാധ്യമങ്ങളിലൂടെ പുറംലോകം അറിഞ്ഞത്. ഈ മാധ്യമങ്ങളോട് ഇത് അറിഞ്ഞതിന് തൊട്ട് പിന്നാലെ തന്നെ MLAക്ക് നിരവധിയായിട്ടുള്ള, അതായത് പാർട്ടിയിലെ മുതിർന്ന നേതാക്കളായിട്ടുള്ള ആളുകളുടെ ഭാഗത്ത് നിന്നുമൊക്കെ ഫോൺ വിളികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായി. കാരണം ഇപ്പോൾ ഇത്തരത്തിലൊരു വിശദീകരണം നടത്താനായി മാത്രം ഒരു വാർത്താ സമ്മേളനം വിളിക്കരുത്, അത് ഒരുപക്ഷെ കൂടുതൽ ബുദ്ധിമുട്ടിലേക്കൊക്കെ പോകാനുള്ള ഒരു സാഹചര്യം ന്യായീകരിച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാങ്കേതികമായ പ്രശ്നങ്ങളുണ്ട്, അതിലേക്ക് പോകാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ തൽക്കാലം അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊന്നും പോകണ്ട എന്നുള്ളൊരു കാര്യം ആണ് അറിയിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതുവരെയും ഈ നിശ്ചയിച്ചിരുന്നത്, അതായത് 3:30 ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ അതുണ്ടായില്ല. അതിനുശേഷം 4 മണിയോട് അടുപ്പിച്ച സമയത്ത് പ്രതീക്ഷിക്കുന്നു, അതുണ്ടായില്ല. അതിനുശേഷം 4:30 സമയത്താണ് ഈ ചിലരെ വിളിച്ചിട്ട് കൃത്യമായി പറഞ്ഞത് തൽക്കാലം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഈ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കാനായി മാധ്യമങ്ങളെ കാണുന്നില്ല എന്നുള്ള ഒരു കൃത്യമായ അറിയിപ്പ് നൽകിയത്. അതായത് വിശദീകരണം നൽകാനായിരുന്നു വാർത്താ സമ്മേളനം വിളിച്ചിരുന്നത്, ആ വിശദീകരണം തൽക്കാലം നൽകുന്നില്ല. പല നേതാക്കളും രാഹുലുമായി ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള കാര്യം. മറ്റുള്ള എല്ലാവരുമായി കൂടി ആലോചിക്കാതെ ആയിരിക്കാം ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വിശദീകരിച്ച് കൂടുതൽ കുഴപ്പത്തിലേക്ക് ചാടേണ്ട എന്നുള്ളൊരു നിർദ്ദേശമാണ് ലഭിച്ചതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് അടുത്ത ചില ആളുകളുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയാൻ കഴിയുന്ന ചില കാര്യങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് തൽക്കാലം മാറ്റിവെച്ചിരിക്കുന്നു. മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ പിന്നീട് മാധ്യമങ്ങളെ അറിയിച്ചു കൊള്ളാം എന്നുള്ള വിവരമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അറിയിച്ചിരിക്കുന്നത്.